എല്ലാവർക്കും നമസ്കാരം. 111 ടെക്നിക്. ഇന്ന് നമ്മൾ 111 ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക് പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ടെക്നിക്സുകൾ നമ്മളിങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഏതാണോ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഏതാണോ ചെയ്യാൻ സമയം എന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ഇത്രയും ടെക്നിക്സുകൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും, കിട്ടിയ മെത്തേഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ സൗകര്യമുള്ളത് നോക്കിയിട്ട് അത് തെരഞ്ഞെടുത്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ടെക്നിക്സ് ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്നിക്സുകൾ ഞാൻ ചെയ്യുന്ന ടെക്നിക്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു സപ്പോർട്ട് മീ, ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. 111 ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ 17 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. 17 സെക്കൻഡ് നമ്മൾ നമ്മുടെ ഗോളിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ വളരെ ഫോക്കസ് ആയിട്ട് നമ്മളത് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ 17 സെക്കൻഡ് റൂളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയുള്ളതാണ് ഈ ഒരു 111 ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 111 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ നമ്പർ 111 അല്ല, 1 മിനിറ്റ് വെച്ചിട്ട് 3 നേരം നമ്മൾ ചെയ്യുന്നതിനെയാണ് 111 ടെക്നിക് എന്ന് പറയുന്നത്. അതായത് 1 മിനിറ്റ് രാവിലെ എണീറ്റിട്ട് നമ്മൾ 1 മിനിറ്റ് നമ്മുടെ ഗോളിന് വേണ്ടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. അതിന് സമയവും സന്ദർഭങ്ങളോ ഒന്നുമില്ല. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെയാണോ, ഇപ്പോൾ മിക്കതും രാവിലെ എണീറ്റ് ഒരു 11:30 ഉള്ളിലാണ് മോർണിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ എന്താ പറയാ, ഒരു 12 മണി തൊട്ടൊരു 5 മണി അല്ലെങ്കിൽ ഒരു 4:30 വരെയാണ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5 മണി തൊട്ട് നമ്മൾ കിടക്കാൻ നേരം എപ്പോഴാണോ അതാണ് നമ്മൾ ഈ പറയുന്ന ഈവനിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ വശം തന്നെ 1 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതാണ്. ആ 1 മിനിറ്റ് ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും സൂപ്പർ ആക്ടിവേറ്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഗോള്, എന്തെങ്കിലും ഒരു കാര്യം ആദ്യം എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഗോള്, ആ ഒരു ഗോളിനെ പറ്റി, നമ്മുടെ സ്വപ്നത്തെ പറ്റി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ ഭയങ്കര ആക്ടിവേറ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ആ രാവിലെ എണീറ്റ ഉടനെ തന്നെ, ബെഡിൽ എണീറ്റ ഉടനെ തന്നെ 1 മിനിറ്റ് നിങ്ങളുടെ ഗോള് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണോ വേണ്ടത് അതൊരു അഫർമേഷൻ പോലെ പറയാം. ഓക്കെ, ഐ എം അട്രാക്ടിങ് മൈ ജോബ് എന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ശമ്പളം വേണമെന്നോ, എന്താണോ വേണ്ടത് അത് നമ്മളൊന്ന് അഫർമേഷൻസ് പോലെ ഒന്ന് പറഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്യുക. 1 മിനിറ്റ് മതി. ഓക്കെ, അതുപോലെ തന്നെ ഉച്ചയ്ക്കും നിങ്ങൾ അത് ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളായിക്കോട്ടെ, ആർക്കും ഇത് ചെയ്യാം. അത് അതുകൊണ്ട് തന്നെ ഇത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു എഴുതണം, നമ്മൾ പറഞ്ഞ 1-to-1 മെത്തേഡ് അല്ലെങ്കിൽ 369 മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫീസിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുന്നവർക്ക്, ഇപ്പൊ ബാക്കി എല്ലാ ദിവസവും നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾ ഒരു ദിവസം പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എഴുതാനുള്ള അത് കട്ടായി പോവാണല്ലോ. എഴുതാൻ നമുക്ക് പറ്റില്ല, എല്ലാവരും മുമ്പിൽ വെച്ച് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെയുള്ള 111 ടെക്നിക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിൽ, ഇപ്പൊ നമ്മൾ ബസ്സിലിരുന്നാണെങ്കിൽ നമുക്ക് കണ്ണടച്ച് 1 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർനൂണിലും നിങ്ങൾ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാം, നമ്മുടെ ഗോളിന് വേണ്ടി ഫോക്കസ് ചെയ്യാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. രാത്രി പിന്നെ നിങ്ങൾ കിടക്കാൻ നേരത്ത് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, കിടക്കാൻ നേരത്ത് നമ്മൾ ഈ ഗോള് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോവുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേട്ടുകൊണ്ടാണ്, അത് അറിഞ്ഞുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഉത്തരം, ആ ഒരു ഗോൾ ലഭിക്കാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആൾ ചെയ്തു വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും നമ്മൾ ഈ ഗോളാണ് സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ റീപ്രോഗ്രാമിംഗ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. 1, അതായത് രാവിലെ 1 മിനിറ്റ്, ഉച്ചയ്ക്ക് 1 മിനിറ്റ്, രാത്രി 1 മിനിറ്റ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ 3 നേരം നമ്മൾ നമ്മുടെ ഗോള് ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പീറ്റേഷൻ ഓഫ് പ്രോസസ്സിലൂടെ നമ്മുടെ ഗോള് നമുക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്തും നേടാനായിട്ട് എവിടെയും എങ്ങനെയും വച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. അപ്പൊ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാ. എന്തിനു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് കൂടെ ഒന്ന് പറയാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സ്വപ്നങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ദിസ് ഈസ് ജോഷി മാഡം സൈനിങ് ഓഫ്.